അല്ലാഹ് ഇരുമ്പ് പഴുപ്പിക്കാൻ നമുക്ക് തീ വേണം, സിമന്റ് രൂപത്തിലാക്കാൻ തീ വേണം, എല്ലാറ്റിനും തീ വേണം. തീ എത്ര സംഹാരശേഷിയുള്ള വസ്തുവാണെങ്കിലും, തീ കൊണ്ട് വലിയ അപകടമുണ്ടാകുമെങ്കിലും, തീയില്ലാത്തൊരു ലോകം ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. ഇന്ന് എന്നെല്ലാം പുരോഗതികളായ എന്റെയും നിന്റെയും മുൻപിലുള്ളത്, ഈ പുരോഗതികൾക്കൊക്കെ തീയിന്റെ സാന്നിധ്യം ആവശ്യമാണ്. അതുകൊണ്ട് ആദമനും തന്റെ മക്കൾക്കും ഭൂമിയിൽ കാലുറപ്പിക്കാൻ അല്പം തീ കൊണ്ട് കൊടുക്കാൻ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ ചുമതലപ്പെടുത്തുകയാ. ജിബ്രീൽ അലൈഹിസ്സലാം നരകം കാക്കുന്ന മലക്കാകുന്ന മാലിക് അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മലക്കിനെ കണ്ടിട്ടുണ്ട്. ആ മലക്കിനെ കണ്ടപ്പം ചോദിച്ചിട്ടുണ്ട്, ഈ മലക്കെന്താ ചിരിക്കാത്തത്? ഈ മലക്കെന്താ ലോഹ്യം പറയാത്തത്? മഹാനായ ജിബ്രീൽ പറഞ്ഞു, ഈ മലക്കെങ്ങനെയാ നരകത്തിന്റെ സൂക്ഷിപ്പുകാരനും പരിചാരകനുമായി പടച്ച റബ്ബ് സൃഷ്ടിച്ച മാലിക് എന്ന മലക്കിനോട് മഹാനായ ജിബ്രീൽ ആദമനും തന്റെ മക്കൾക്കും ഭൂമിയിൽ കാലുറപ്പിക്കാൻ സ്വല്പം തീയെടുക്കാൻ വേണ്ടി റബ്ബ് പറഞ്ഞിട്ടുണ്ട്. എത്രയാ നിങ്ങൾ എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് വിശ്വസിക്കലല്ലാതെ ഈ വിഷയത്തിലൊന്നും മറ്റു അറിവിന്റെ മാപ്പിനി കൊണ്ട് അളക്കാൻ പറ്റുകയില്ല. എന്തെല്ലാം തങ്ങൾ പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചു. ഈ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് നമുക്ക് പറഞ്ഞു തന്നത് മുഹമ്മദ് മുസ്തഫ. എല്ലാ സുന്നത്തി ജമാഅത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന കക്ഷികൾ മുഴുവനും അംഗീകരിക്കുന്നു ഖുർആൻ, എല്ലാവരും വിശ്വസിക്കുന്നു ഖുർആൻ. ഈ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് നമുക്ക് പറഞ്ഞു തന്നത് ആരാ? മുഹമ്മദ് മുസ്തഫ. സ്വർഗമുണ്ടെന്ന് പറഞ്ഞു തന്നത് ആരാ? മുഹമ്മദ് മുസ്തഫ. നരകമുണ്ടെന്ന് പറഞ്ഞു തന്നത് മുഹമ്മദ് മുസ്തഫ. നിസ്കരിക്കാൻ പഠിപ്പിച്ചു തന്നത് മുഹമ്മദ് മുസ്തഫ. നോമ്പെടുക്കാൻ കൽപ്പിച്ചതും മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ തങ്ങളാണ് പറയുന്നത്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഭൂമിയിൽ കാലുറപ്പിക്കാൻ തീ കൊണ്ട് കൊടുക്കാൻ ജിബ്രീലിനോട് അല്ലാഹു നിർദ്ദേശിച്ചപ്പോൾ മാലിക് അലൈഹിസ്സലാം ചോദിച്ചു, എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത്? ഖദറു തംറ, ഒരു കാരക്കന്റെ വലിപ്പമുള്ള തീക്കനൽ എടുത്തുകൊണ്ട് പോയാലോ, ഒരു കാരക്കയുടെ വലിപ്പത്തിലുള്ള തീക്കനൽ ഈ നരകത്തിൽ നിന്നെടുത്ത് ഞാൻ ഭൂമിയിൽ കൊണ്ടു കൊടുത്താലോ? മാലിക് പറഞ്ഞു, ജിബ്രീൽ, ഒരു കാരക്കന്റെ വലിപ്പമുള്ള തീക്കനൽ എടുത്തിട്ട് ഈ ഭൂമിയിൽ നിങ്ങൾ കൊണ്ടുവച്ചാൽ ഈ ഭൂമി അതാ കരിഞ്ഞു പോകും. ഈ ഭൂമി പിന്നെ നിലനിൽക്കുകയില്ല. ഈ ഭൂമി മൊത്തം കത്തിക്കരിഞ്ഞ് ചാമ്പലായി തീരും. അത് ഉൾക്കൊള്ളാൻ ഈ ഭൂമിക്ക് കഴിയില്ല. പിന്നെ എത്രയാ? ഖദറു നവാത്തിനൊരു കാരക്കു കുരുവിന്റെ വലിപ്പമാ വേണ്ട ജിബ്രീൽ. ഒരു കാരക്ക കുരുവിന്റെ വലിപ്പമുള്ള തീങ്ങാനും നിങ്ങൾ എടുത്തിട്ട് ഭൂമിയിൽ കൊണ്ടുവച്ചാൽ ഈ ഭൂമിയിൽ പിന്നെ പച്ചപ്പുണ്ടാവുകയില്ല, ആകാശം പിന്നെ കനിയുകയില്ല, ഒരു തുള്ളി വെള്ളം നിലനിൽക്കുകയില്ല. അത് വേണ്ട. ജിബ്രീൽ അലൈഹിസ്സലാം ആർത്ത് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, യാ റബ്ബ്, എത്രയാ ഞാൻ എടുക്കേണ്ടത്? എത്രയാ ഞാൻ ഭൂമിയിൽ എടുത്തുകൊണ്ടുവേണ്ടത്? ഖദറു ദർറ, ഒരു പരമാണുവിന്റെ വലിപ്പമുള്ള തീക്കനല. അണുവിനെയും ഇന്ന് ഭേദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അംശയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഏറ്റവും ചെറുതായിട്ട് കണക്കാക്കുന്ന ഒരു പരമാണു, ആ പരമാണുവിന്റെ വലിപ്പത്തിലുള്ള ഒരു തീക്കനൽ എടുത്തു കൊണ്ടുപോവുക. അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന്, ജഹന്നമിൽ നിന്ന് ഒരു പോയിന്റ് വലിപ്പമുള്ള ഒരു പരമാണുവിന്റെ വലിപ്പമുള്ള തീക്കനൽ എടുത്തിട്ട് അത് 70 സമുദ്രത്തിൽ മുക്കിയതാ. അത് മുക്കിയിട്ട് തീ കെടുത്തി കളഞ്ഞതാ. കത്തിക്കൊണ്ടിരിക്കുന്ന വിറകിൻ കൊള്ളിയിലേക്ക് വെള്ളം ഒഴിച്ചാൽ ആ തീ കെട്ടിട്ട് പുകവാറും പോലെ ഈ പരമാണുവിന്റെ വലിപ്പത്തിലുള്ള തീക്കനലിൽ നിന്ന് പുക പാറുകയാ. ആ
തീക്കനൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഈ ഭൂമിയിൽ ഏറ്റവും ഉയരമുള്ള ഒരു പർവ്വതത്തിൽ കൊണ്ടുവച്ചപ്പോഴേക്ക് പാറകൾ ഏറ്റുവാങ്ങി അല്ലാ, ചില വൃക്ഷങ്ങൾ ഏറ്റുവാങ്ങി അല്ലാ. രണ്ട് കല്ലുകൾ ഒരതിയാൽ തീ കത്തുന്നുണ്ട്, രണ്ട് മുളകൾ തമ്മിൽ ഒരതിയാൽ തീ കത്തുന്നുണ്ട്, കാസാവൽ എന്ന മരം ഒരതിയാൽ തീ കത്തുന്നുണ്ട്. പലതിലും അല്ലാഹു തീ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അഫറഅയ്തുമുൻ നാറല്ലത്തി തൂറൂൻ അൻതും മൻശഉതും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ. രണ്ട് കല്ലുകൾ ഒരതിയാൽ തമ്മിൽ കത്തും, പക്ഷേ എവിടെയാ തീന്ന് എനിക്കറിയാൻ കഴിയില്ല, നിങ്ങൾക്കറിയാൻ കഴിയില്ല, അല്ലാഹ് സൂക്ഷിച്ചു വെച്ചതാ. അങ്ങനെ ഈ പർവ്വതങ്ങളിലുള്ള മരങ്ങളും കല്ലുകളും ഏറ്റുവാങ്ങി ആ കൊണ്ടുവന്ന തീക്കനൽ ജിബ്രീൽ തിരിച്ചു കൊണ്ടുപോയി. അല്ലാഹുവിന്റെ റസൂൽ ആർക്കും ഹാദിഹി, നിങ്ങളെ ഈ തീയുണ്ടല്ലോ, ഈ ലാവയുണ്ടല്ലോ, ആറ്റം ബോംബ് പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന തീയുണ്ടല്ലോ, പൊറാട്ടയുടുന്ന തീയുണ്ടല്ലോ, നിങ്ങൾ ഗ്യാസിന് കത്തിക്കുന്ന തീയുണ്ടല്ലോ, പലതുകൊണ്ടും കത്തിച്ചുണ്ടാക്കുന്ന തീയുണ്ടല്ലോ, അതിഭയങ്കര ചൂടുള്ള തീയുണ്ടല്ലോ. ഈ തീ നരകത്തിൽ നിന്ന് ഒരു പുക മാത്രമാ. അല്ലാ, നരകത്തിന് നിന്റെ 69 ഇരട്ടി കൂടുതൽ ചൂടുള്ള തീയാണ് കേട്ടോ. 1000 കൊല്ലം നരകം കത്തിച്ചപ്പോൾ ഫഅമറത്ത് നരകത്തിലെ തീ ഇങ്ങനെ ചുകന്നു പോയി. വീണ്ടും 1000 കൊല്ലം കത്തിച്ചപ്പോൾ നരകം ഫബിയല്ലത്ത് വെളുത്തു പോയി, വെള്ള നിറത്തിലുള്ള തീയാ. വീണ്ടും 1000 കൊല്ലം കത്തിച്ചപ്പോൾ ഫസ്വദ്ദത്ത് നരകത്തിലെ തീ കറുത്തുപോയി. നരകം കറുകറുത്തതാ, നരകത്തിൽ കൂരിരുട്ടാ, വെളിച്ചമില്ല, പ്രകാശമില്ല. ദുനിയാവിലെ തീ പോലെയല്ല. നരകത്തിൽ ഏറ്റവും കൂടുതൽ കത്തിക്കുന്നത് വഖൂദുഹന്നാസു വൽ ഹിജാറ, നല്ല ഈ ഗന്ധകത്തിന്റെ കല്ലുകളാ. നരകത്തിൽ കത്തിക്കുന്ന തീ കരിങ്കല്ലുകളല്ല, ചെങ്കല്ലുകളല്ല, മാർബിളുകളല്ല, ഗ്രാനൈറ്റുകല്ലല്ല, മറിച്ച് ജഹന്നമിൽ കത്തിക്കുന്ന കല്ല് ഗന്ധകത്തിന്റെ കല്ലാ. മോനെ, നിനക്കെപ്പോഴെങ്കിലും സൗകര്യപ്പെടുമെങ്കിൽ അല്പം ഒരു കൈയിൽ കൊള്ളാൻ വലിപ്പമുള്ള ഒരു ഗന്ധകത്തിന്റെ കല്ല് ഒന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നോ. മഞ്ചേരിയിൽ പോകുമ്പോ, സമാനമായ ടൗണുകളിൽ ചെല്ലുമ്പോ ഗന്ധകത്തിന്റെ കല്ലൊന്ന് വാങ്ങിയിട്ട് നിന്റെ വീട്ടിൽ കൊണ്ടുവന്നൊന്ന് കത്തിച്ചു നോക്ക്. പഴയകാലത്ത് നമ്മുടെ കരണ്ട് പോകുമ്പോ കത്തിക്കാൻ ഇൻവേർട്ടറൊക്കെ വരുന്നതിന്റെ മുമ്പ്, അതുവേ ബാറ്ററി വരുന്നതിന്റെ ഒക്കെ മുമ്പ് നമ്മൾ വിളക്ക് കത്തിക്കാൻ ഗന്ധകത്തിന്റെ കല്ലുപയോഗിക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ സ്ഥലത്തൊരു കല്ല് വെച്ചുകൊണ്ട് കത്തിച്ചാൽ പരിസരം മുഴുവനും പ്രകാശമാ, അതിന്റെ വല്ലാത്ത ദുർഗന്ധമാ, സമീപത്തൊരാള് നിൽക്കൂല. അത്രയും ചൂടുള്ള ഗന്ധകത്തിന്റെ കല്ല് നരകത്തിലെ വിറകാ. പിന്നെ മനുഷ്യരാ, ജഹന്നമിന് കാലുകളുണ്ട്, ജഹന്നമിന് തലയുണ്ട്, ജഹന്നമിന് നാക്കുകളുണ്ട്, ജഹന്നമ് സംസാരിക്കുന്നുണ്ട്, ജഹന്നമ് ചീറുന്നുണ്ട്, ജഹന്നമ് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ പച്ചയായി വിശുദ്ധ ഖുർആനിലുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ്. നരകം ചെറിയൊരു കുയ്യല്ല. നരകത്തിന് തലണ്ട്, നരകത്തിന് നാവുണ്ട്, നരകത്തിന് കണ്ണുണ്ട്, നരകത്തിന് തുമ്പിക്കൈയുണ്ട്, നരകത്തിന് പിളിച്ചാർക്കുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നി മതി ഖുറാഫാത്ത് പറയാന്ന്. അല്ല, വിശുദ്ധ ഖുർആൻ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ജാസിയ, ജാസിയ സൂറത്ത് എന്നാണ്. എന്താ കാരണം?
ആ സൂറത്തിന് സൂറത്ത് ജാസിയ എന്ന് പറയാൻ കാരണം എന്താ? ഒന്നുമല്ല സഹോദരന്മാരെ, നരകത്തെ കൊണ്ടുവരുന്ന രംഗം മുത്തുനബി പറയുന്നുണ്ട്.